എല്ലാവർക്കും നമസ്കാരം. വൈകിയ വേളയിൽ നീണ്ട ഒരു പ്രഭാഷണത്തിനോ ഒരു സ്വാഗത പ്രസംഗത്തിനോ ഞാൻ മുതിരുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സ്വാഗതം ആശംസിക്കാം എന്നാണ് വിചാരിക്കുന്നത്. SBT ഓർമ്മക്കൂടിൻ്റെ കഴിഞ്ഞ MC മീറ്റിങ്ങിൽ മലയാളത്തിൻ്റെ അനശ്വര കവി വയലാറിൻ്റെ 50ാം ചരമദിനമായ ഒക്ടോബർ 27 ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാം എന്ന് സജഷൻ വന്നപ്പോൾ ഉടൻ തന്നെ അതിനെല്ലാവരും അതിനോട് യോജിക്കുകയും അടുത്ത ദിവസം ഇതിന് ഈ പരിപാടിക്ക് എന്ത് ശീർഷകം നൽകാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയുണ്ടായി. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നെഴുതിയ കവിയുടെ ആ ഗാനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ സിഗ്നേച്ചർ സോങ് എന്ന് പറയാവുന്ന ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം എന്ന ഗാനത്തിൻ്റെ ചന്ദ്രകളഭം തന്നെ ഈ പരിപാടിയുടെ ടൈറ്റിലായി എടുക്കാമെന്ന് തീരുമാനിക്കുവാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഈ തരത്തിലുള്ള മഹാപ്രതിഭകളെ ആദരിക്കുവാനായി നമ്മൾ സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ കേവലം ഒരു ചടങ്ങിനേക്കാൾ ഉപരി ഒരു കലാസാംസ്കാരിക സംഘടന എന്ന രീതിയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ മഹത് പ്രതിഭകൾ ഈ തരത്തിലുള്ള സൃഷ്ടികൾ ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ നമ്മെപ്പോലെ കലയെ സ്നേഹിക്കുന്നവർക്ക് അത് പുനരാവിഷ്കരിക്കുവാനോ ഇതുപോലെ ആസ്വദിക്കുവാനോ ഉള്ള ഒരവസരം ലഭിക്കുമായിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1975 ഒക്ടോബർ 27 വെളുപ്പിനെ 4 മണിക്ക് വയലാർ എന്ന മഹാപ്രതിഭ വെറും 47 വയസ്സുള്ളപ്പോൾ നമ്മളോട് വിട പറയുകയുണ്ടായി. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാനന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വാർത്ത അറിയുകയും തൊട്ടടുത്ത് VJT ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആദരങ്ങൾ അർപ്പിക്കുവാനായി കുറേ നേരം ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാം പോയി അദ്ദേഹത്തിന് ആദരങ്ങൾ അർപ്പിച്ചതും ഞാൻ ഓർക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹം 47 വയസ്സിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഒരു 20-30 വർഷം കൂടി ഗാനരചനകൾ നടത്തിയിരുന്നെങ്കിൽ എത്രയെത്ര മഹത്തരമായ ഗാനങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നു എന്ന് ആണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഈ 47 വയസ്സിന് ഉള്ളിൽ അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മളിവിടെ ചന്ദ്രകളഭം എന്ന പേരിൽ SBT ഓർമ്മക്കൂടി പരിപാടി സംഘടിപ്പിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മലയാളികൾ ഉള്ള സ്ഥലങ്ങളിൽ പല സ്ഥലത്തും ഇന്നും വരും ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം വയലാറിൻ്റെ പല അനുസ്മരിച്ചുകൊണ്ടുള്ള പല പരിപാടികളും നടക്കുകയാണ്. ഇതിൽ ഓരോന്നിലും ഗാനങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആവർത്തനം ഇല്ലാതെ തന്നെ ഓരോന്നിലും പാടുവാൻ പറ്റുന്ന 100 കണക്കിന് ഗാനങ്ങളാണ് അദ്ദേഹം നമുക്കായി സമ്മാനിച്ചത്. അതും വെറും ഗാനങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ സാധിച്ച നമ്മൾ ഭാഗ്യവാന്മാരാണ്. പ്രത്യേകിച്ച് വയലാർ ദേവരാജൻ യേശുദാസ് കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് നൽകിയ പവിഴമണികൾ എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മലയാളികൾ എവിടെയാണെങ്കിലും ഈ 3 പേരുടെയും പാട്ടുകൾ കേൾക്കാത്ത ഒരു ദിവസം പോലും നമുക്ക് നമ്മളുടെ ഈ ജന്മം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാട്ട് എഴുതുന്ന ശൈലിയെക്കുറിച്ചൊക്കെ പല കഥകളും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സിഗരറ്റ് കൂടിൻ്റെ പുറകിൽ പാട്ടെഴുതി കൊടുത്തിട്ടുണ്ട്, ന്യൂസ് പേപ്പറിൻ്റെ സൈഡിലുള്ള സ്പേസിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറേയൊക്കെ സത്യം കാണും, ചിലതൊക്കെ ഒരു പക്ഷേ അതിശയോക്തി ഉളവാക്കുന്നതായിരിക്കും. പക്ഷേ ഏത് രീതിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടായിരുന്നു.
3-4 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു ഒക്ടോബർ 27 അദ്ദേഹത്തിൻ്റെ ചരമദിനം വയലാറിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് വയലാർ സ്മൃതി മണ്ഡപവും അദ്ദേഹത്തിൻ്റെ ഗ്രഹവും സന്ദർശിക്കുവാനായിട്ടുള്ള ഒരു അവസരമുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ അന്ന് പുഷ്പാർച്ചന അർപ്പിക്കുകയും അദ്ദേഹം ഇരുന്ന് ഗാനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ചാരുകസേരയും പലകയും ഇന്നും അവിടെ സൂക്ഷിച്ചിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പല ഗാനങ്ങളിലും അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള വടക്കിനിത്തളവും എല്ലാം നേരിൽ കാണുവാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ്റെ വിവിധങ്ങളായ വികാരങ്ങളെ, പ്രണയം, വിരഹം, ഭക്തി, തത്വചിന്ത, ശൃംഗാരം, കാമം, ഹാസ്യം, ഇതിനെയെല്ലാം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ പല തരത്തിലുള്ള കാൽപ്പനിക ഭാവങ്ങളിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അതുതന്നെ ലളിതമായ വാക്കുകളിലൂടെയും സംസ്കൃതം കലർന്ന ഉദാത്തവും സമ്പുഷ്ടവുമായ മണിപ്രവാള ഭാഷയിലൂടെയും അദ്ദേഹം ഈ ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കുകയുണ്ടായി. ഒരു കവിയുടെയും ഒരു ഗാനരചയിതാവിൻ്റെയും കഴിവുകൾ ഒരിക്കലും നമുക്ക് താരതമ്യപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീകുമാരൻ തമ്പി സാറിന് ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിന മാസം പൗർണമി ചന്ദ്രിക എന്ന പേരിൽ നമ്മളൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. അന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാൻവാസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഭാവനകൾക്ക് യാതൊരു അതിരുമില്ല. ഒരു കവിത എഴുതുവാനായിട്ട് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് എഴുതി തീർക്കാം, ഒരു മാസം കൊണ്ട് എഴുതി തീർക്കാം, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് എഴുതി തീർക്കാം. അതുപോലെ ഭാവനകൾക്കും യാതൊരു അതിർവരമ്പുകളുമില്ല. എന്തിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിലും ആ ഭാവനയിൽ അവർക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. എന്നാൽ ചലച്ചിത്ര ഗാനരചയിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാൻവാസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സംവിധായകനോ കഥാകൃത്തോ പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദർഭം, ആ സന്ദർഭം കേട്ടിട്ട് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ ആശയം മുഴുവൻ വരുന്ന രീതിയിൽ ഒരു ഗാനം എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു കവിക്കാണോ കഴിവ് കൂടുതൽ വേണ്ടത് അതോ ഒരു ഗാനരചയിതാവിനാണോ എന്നുള്ള സംശയം പലപ്പോഴും നമുക്ക് തോന്നും. എൻ പ്രിയനില്ലാത്ത പന്തലിൽ ചെല്ലുമ്പോൾ എന്തിനീ സ്വയംവരഹാരം, ബലി കൊടുക്കാൻ കൊണ്ടു പോകുമ്പോൾ എന്തിന് തിലകവും താലവും തോഴി എന്നും, എൻ്റെ കിനാവിൻ്റെ പട്ടട കൂട്ടുമ്പോൾ എന്തിനീ സ്വയംവരഗീതം, പുറത്തെന്തിനീ സ്വയംവരഗീതം, പിടയുമെൻ ആത്മാവിൻ ചിറകടി ഒച്ചകൾ പ്രിയതമൻ കേൾക്കുമോ തോഴി. ഇത് വയലാർ എഴുതിയിരിക്കുന്നത് പരാജയപ്പെട്ട ഒരു പ്രണയം കഴിഞ്ഞ് ഇഷ്ടമില്ലാത്ത മറ്റൊരാളെ കല്യാണം കഴിക്കുവാൻ ആ യുവതിയെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ പോകുന്ന വികാരങ്ങളാണ്. ഇത്രയും ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൈനിറയെ വളയിട്ട പെണ്ണെ, കല്യാണപ്രായമായ പെണ്ണെ, നിൻ കവിൾ പൂവിലെ കുങ്കുമപ്പൂമ്പൊടി എങ്ങനെ പോയതടി തങ്കം എങ്ങനെ പോയതടി. വളരെ ലളിതമായ ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം ഒരു കാമുകൻ്റെ ശൃംഗാരം എത്ര മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതേ വയലാറിൻ്റെ തന്നെ പറയാനായിട്ടാണെങ്കിൽ ഒരു പക്ഷേ 100 കണക്കിന് ഒരു മണിക്കൂർ 1-2 മണിക്കൂർ പറയുവാനായിട്ടുള്ള പാട്ടുകൾ കാണും. ഏതാനും ചില പാട്ടുകൾ മാത്രം ഞാൻ ഒന്ന് പരാമർശിച്ചു പോവുകയാണ്. സാലഭഞ്ജികകൾ കൈകളിൽ കുസുമ താലമേന്തി വരവേൽക്കും. ഇതിനകത്തേക്ക് വരികളാണ്. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. അതുപോലെ അദ്ദേഹം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഈശ്വര വിശ്വാസിയായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന് എഴുതിയിരുന്നു. കൈകളിൽ മൃഗമത തളികയും ഏന്തി നീ ഏകയായി അരികിൽ വരുമ്പോൾ നിന്നെ കരവലയത്തിൽ ഒതുക്കുവാൻ ഒന്നു ചുംബിക്കുവാൻ അഭിനിവേശം. അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള വരികൾ കേൾക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുവാനും പാടാൻ കഴിവുള്ളവർക്ക് ഇതുപോലെ പാടുവാൻ സാധിക്കുന്നതും എത്രത്തോളം അനുഗ്രഹീതമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
മുരളി അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. മുരളിയുടെ എൻ്റെയും വളരെ ഒരു ഒരു എന്താണ് ഞങ്ങളുടെ ഒരു ഹരമായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് 2 വർഷം തൃശ്ശൂർ റീജിയണൽ മാനേജേഴ്സായിട്ടിരിക്കുമ്പോൾ മാസം തോറും കോഴിക്കോട് 2 പ്രാവശ്യം യാത്ര ചെയ്യും. ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യുമ്പോൾ വയലാറിൻ്റെ ഗാനങ്ങൾ, പി ഭാസ്കറിൻ്റെ ഗാനങ്ങൾ, ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ വിശകലനം ചെയ്ത് ഈ പാട്ടുകളെ ഇങ്ങനെ കീറി മുറിച്ചൊക്കെ ആയിരിക്കും പോകുന്നത്. മുരളി എന്നെക്കാട്ടിലുമൊക്കെ വളരെ കൂടുതൽ വായനാശീലമുള്ള ഒരു ആളാണ്. എനിക്ക് തോന്നുന്നത് മുരളി തന്നെ പറഞ്ഞിട്ടുള്ള സാമ്യമകന്നൊരു ഉദ്യാനമേ, കൽപ്പകോദ്യാനമേ, നിൻ്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി, എന്നിങ്ങനെ 100 കണക്കിന് പാട്ടുകളാണ്. എന്തായാലും ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം ഇത് കഴിഞ്ഞ് ശിവൻചേട്ടൻ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാനായിട്ട് സാധിക്കുമായിരിക്കും. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഇന്ന് നമ്മളുടെ ഒരു പ്രത്യേക അതിഥിയായി, നമ്മളിൽ ഒരാളായി ഇന്നിവിടെ ഒരു പ്രശസ്ത ഗായകൻ ശ്രീ തേക്കടി രാജൻ എത്തിയിട്ടുണ്ട്. അതായത് വയലാറിൻ്റെ ഏറ്റവും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സിഗ്നേച്ചർ സോങ്സ് എന്ന് പറയാവുന്ന 2-3 ഗാനങ്ങൾ അദ്ദേഹം ആലപിക്കാമെന്ന് ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയുണ്ടായി. നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഞാൻ ആദ്യം ശ്രീ തേക്കടി രാജനെ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓർമ്മക്കൂടിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും, നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് സംഘടനകളിൽ നിന്ന് വന്നവർ, ഏതാനും പേര് എനിക്കിവിടെ നിന്നാൽ കാണാം. വേണു ചേട്ടനുണ്ട്, അവിടെ സുമൻലാൽ ഇരിപ്പുണ്ട്, പത്മകുമാർ, ഇങ്ങനെ മറ്റ് സംഘടനകളിൽ നിന്ന് വന്നവരുണ്ട്. ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏവർക്കും ഒറ്റ വാക്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് ഒത്തിരി ഗാനരചയിതാക്കളുണ്ട്. ആരാണ് മെച്ചം, ആരാണ് ഇതിൽ ഏറ്റവും പ്രഗത്ഭൻ എന്നൊന്നും ഉള്ളതിനെക്കുറിച്ച് ഒരു ഡിബേറ്റിൻ്റെ ആവശ്യം ഒരിക്കലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഈ ഗാനരചയിതാക്കളെല്ലാം ആകാശത്ത് മിന്നി നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്. അതിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന് ഒരല്പം വെളിച്ചം, പ്രകാശം കൂടുതൽ കാണുമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വയലാർ എന്ന നക്ഷത്രം എന്നും തിളക്കത്തിൽ അല്പം മുൻപന്തിയിൽ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുഷ്പതുണീരവും കൊണ്ടു നീ എന്തിനീ പുഷ്കരണിയിൽ വന്നു, കണ്ണുനീർ പുഷ്കരണിയിൽ വന്നു, ചൂടുക ചൂടുക വാരിയെടുത്തു നീ ചൂടുകീ പല്ലവ കുടങ്ങൾ എന്നെഴുതുവാനായിട്ട് വയലാറിനെ പോലെയുള്ള ഒരു കവിക്കല്ലാതെ മറ്റാർക്കും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.